അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ അതേ ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വേപ്പിലയിട്ട്, എന്തിനാണെന്നല്ല, നമുക്കൊരു പാവക്കച്ചാർ ഉണ്ടാക്കണം. ഇത് സൂപ്പർ പാവക്കച്ചാറാണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാനോർത്ത് മിക്കപ്പോഴും ഉണ്ടാക്കും, ഒന്ന് ഏതായാലും വീഡിയോ ചെയ്യാമെന്നോർത്ത്. അപ്പോൾ ഒരു മുഴുത്ത പാവക്ക ചെറുതായി അരിഞ്ഞത് ആ വേപ്പിലിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത്, ഒരു പച്ചമുളകും കീറിയിട്ട്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും അതും ഇട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്ത് കോരി മാറ്റി വെക്കാം. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ബാക്കി അതിൽ കാണുന്ന കോർത്ത്, പക്ഷെ ഒരു തുള്ളി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ആ ചട്ടിയിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും പൊട്ടിച്ച്, 1 സ്പൂൺ കടുവും പൊട്ടിച്ച്, 2-3 മുളകും ഇട്ട് കൊടുത്ത്, അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു 10-15 ചുമന്നുള്ളി നീളത്തിൽ കീറിയത് ഇട്ട് കൊടുത്ത് അത് ഒന്ന് നന്നായിട്ട് വാടി വറ്റേ. അപ്പം ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി നല്ല സ്മെല്ലാണ് ഇട്ട കിച്ചണിൽ. വേപ്പിലയും എന്ന് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ വേണം. 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ പിരിയമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ എരിയമുളക് പൊടി, ഇതിട്ട് നന്നായിട്ടൊന്ന് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച കുത്തൊക്കെ ഒന്ന് മാറി വന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിലോട്ട് ഇനി ഒരു തക്കാളീൻ്റെ ഒരു പ്രയോഗവും കൂടിയുണ്ട്. ഒരു കുഞ്ഞ് തക്കാളി അരിഞ്ഞത് അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് നമുക്ക് ആ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് ഇതൊന്ന് മൂടി വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ? എണ്ണയൊക്കെ തെളിഞ്ഞ്. ഇനി നമുക്കൊരു വലിയ നാരങ്ങ ചൂടുവെള്ളത്തിൽ, നാരങ്ങ വലിപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നത് നാരങ്ങ ഇടുമോ ഇനി ഇതിലെന്ന്? സോറി. അപ്പോൾ അതെ, ആ 1 കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഒന്നുമില്ല, നമുക്ക് ചേർക്കാം നമ്മുടെ പാവക്കാക്കാനെ ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർത്ത് വീണ്ടും ഉപ്പും നോക്കി, അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അപ്പോൾ അത് ഉപ്പും പുളിയും മധുരവും സമ്മിശ്ര വികാരങ്ങളുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് മീഡിയത്തിൽ ലോയ്ക്കും ഇടയാക്കിയിട്ട്, എൻ്റെ അടുത്ത് ശർക്കര ഉണ്ടായില്ല, അപ്പോൾ ഞാൻ 1 സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇട്ട് നന്നായിട്ടൊന്ന് കുക്കായി വെള്ളമൊക്കെ വറ്റി. അപ്പോൾ പാവക്ക വെന്ത് ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ലതായിട്ട് സ്മെല്ലുകൊണ്ട് തന്നെ ചോറിയില്ല. അപ്പോൾ അത് മാത്രം മതി നമുക്ക്. അപ്പോൾ അത് ന്യൂജൻ ഭാഷ പറഞ്ഞ സെറ്റായിട്ടുണ്ട്. ഇതപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ടപ്പോൾ അടിപൊളിയായിട്ട് മാഷാ അല്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാം. ഇതൊരു ഉണക്കലും ഉണ്ടെങ്കിൽ മാത്രം മതി ചോറ് തിന്നാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പാവക്കൊക്കെ 365 ദിവസം അവൈലബിളാണല്ലോ. ഏത് പച്ചക്കറിയും അധികമായാൽ ശരീരത്തിന് കേടാണ്. പാവക്ക ഒരു സാധനം എത്ര കഴിച്ചാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വിഷമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ. ഓക്കേ.